Hi dear students, welcome back. It's me Aslam. Welcome to EduPort. DS നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെ സയൻസിലെ കെമിസ്ട്രിയെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് കെമിസ്ട്രിയെ കുറിച്ചുള്ള അഭിപ്രായം? നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കല്ലേ. ആദ്യമായിട്ടാണ് എൻ്റെ മക്കൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സെറ്റാക്കുക. മക്കളെ, കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. വലിയൊരു മിസ്റ്ററി ആണല്ലോ കെമിസ്ട്രി. മക്കളെ, കെമിസ്ട്രി ഇഷ്ടപ്പെട്ടാൽ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, കെമിസ്ട്രിയിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിസ്ട്രി ഉണ്ട്. ഓർഗാനിക് കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി, പോളിമർ കെമിസ്ട്രി, ബയോ കെമിസ്ട്രി, ഗ്രീൻ കെമിസ്ട്രി, എക്സെട്ര. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കെമിസ്ട്രിയിലോട്ട് നമ്മൾ കൂടുതൽ അടുക്കുമ്പോൾ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, പഠിച്ചിട്ട് പോകും. അപ്പോൾ നിങ്ങളുടെ 8ാം ക്ലാസ്സിൽ കെമിസ്ട്രിയിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാപ്റ്റേഴ്സ് ഉണ്ട്. സൊല്യൂട്ട്, സോൾവെന്റ്, സൊല്യൂഷൻസ്, എലമെന്റ്സ്, കോമ്പൗണ്ട്സ്, മിക്സ്ചേഴ്സ്, എക്സെട്ര. വേറെ സബ്ജക്റ്റുകൾ ഫിസിക്സിലേക്ക് വരികയാണെങ്കിൽ അതിൽ നമുക്ക് ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടാണ്. ബയോളജി റിലേറ്റഡ് ആയിട്ട് സെൽസ്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട് സയൻസിൽ. കെമിസ്ട്രിയിൽ നമുക്ക് ഒരുപാട് ടോപ്പിക്സുകൾ എന്ത് ചെയ്യാനുണ്ട്, പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആറ്റംസ്, അതുപോലെ തന്നെ എലമെന്റ്സ്, ഇതൊക്കെ മക്കളെ മനസ്സിൽ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. 8ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ മക്കൾക്കറിയാം ഈ 8ാം ക്ലാസ്സിൽ ഓരോരോ എലമെന്റ്സ്, ഹൈഡ്രജൻ, ഹീലിയം, ലിത്തിയം, ബെറീലിയം, ഇങ്ങനെ ഓരോ എലമെന്റ്സും ഒക്കെ മക്കൾ സെറ്റാക്കിയിട്ട് അതിൻ്റെ ഓരോ കണ്ടിന്യൂഷൻ ആണെന്ന് തന്നെ മക്കൾക്കറിയാം. ഇപ്പോൾ 9th കേസിലേക്ക് നമ്മൾ 9th എടുത്തു പോകുമ്പോൾ ആറ്റത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആറ്റം എന്താണ്, ആരൊക്കെയാണ് പ്രപ്പോസ് ചെയ്തത്, അതൊക്കെ ഇങ്ങനെ അതിൻ്റെ ഓരോ സ്റ്റെപ്പ് വൈസ് പോകും. അപ്പോൾ ഓരോന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഓടിച്ച് അങ്ങനെ പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇന്നത്തെ ഈ ഒരു ഇതിൽ നമ്മൾ ടോട്ടൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കെമിസ്ട്രിയിൽ ഒരു ചാപ്റ്ററാണിത്, നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൊരു ചാപ്റ്ററാണ്. സയൻസിലെ 8ാമത്തെ ചാപ്റ്റർ ആണെങ്കിൽ നമ്മുടെ കെമിസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ നാച്ചർ ഓഫ് മാറ്റർ, എലമെന്റ്സ്, കോമ്പൗണ്ട്സ്, മിക്സ്ചേഴ്സ് എന്ന ചാപ്റ്ററാണ്. അസ്ലം സർ ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കാണുമ്പോൾ, ഈ ഹെഡിങ് ഒക്കെ കാണുമ്പോൾ, അയ്യോ ഇത് സാർ ഇത് കുറേ കണ്ടല്ലോ, ഒരു പേടിയും പേടിക്കണ്ട, നിങ്ങൾക്ക് എത്രത്തോളം ഈസി ആക്കി തരാൻ പറ്റുമോ അത്രത്തോളം ടോപ്പിക്സുകളൊക്കെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ മാറ്റർ എന്താണെന്ന് പഠിക്കാനുണ്ട്. മാറ്റർ ഈസ് നമുക്ക് ചുറ്റുമുള്ള എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്. സോളിഡ്, ചുറ്റും എന്തൊക്കെ ഉണ്ടടാ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, അതൊക്കെ മക്കൾ പഠിച്ചതാണ്. മാറ്ററിനെ കുറിച്ചും അതുപോലെ തന്നെ മിക്സ്ചറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അതൊക്കെ നമുക്ക് പറയാം. പിന്നെ എയർ ഈസ് എ മിക്സ്ചർ, എയർ ഒരു മിക്സ്ചർ ആണോ? എടാ നമ്മുടെ എയർ ഒരു മിക്സ്ചർ ആണോ? യെസ്, മിക്സ്ചർ ആണ്. എയറിലെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നൈട്രജൻ ആണ് മക്കളെ. നൈട്രജൻ ഏകദേശം 78% ആരാണ് മക്കളെ, നൈട്രജൻ ആണ്. അപ്പോൾ ഒരു ചാപ്റ്ററിന്റെ സമ്മറൈസേഷൻ ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിൽ ടോട്ടൽ കണ്ടന്റ് അസ്ലം സീറോടെ കൊടുത്തിട്ടുണ്ടാ. പിന്നെന്താണ്, ടൈപ്സ് ഓഫ് മിക്സ്ചേഴ്സ്, പ്യുർ സബ്സ്റ്റൻസ്, ടൈപ്സ് ഓഫ് പ്യുർ സബ്സ്റ്റൻസ്, എലമെന്റ്സ്, അതുപോലെ തന്നെ കോമ്പൗണ്ട്സ്, അതുപോലെ തന്നെ മിനറൽസ്, ഇതൊക്കെയാണ് ആ ചാപ്റ്റർ. അപ്പോൾ ഓരോന്ന് വള്ളിപ്പുള്ളി വിടാതെ നിങ്ങളിൽ എത്തിക്കുന്ന എന്നതാണ് ഞങ്ങളുടെ ദൗത്യം. അപ്പോൾ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് എടുത്തു തരും. അപ്പോൾ ഒരു ചാപ്റ്ററിന്റെ ടോട്ടൽ സമ്മറൈസേഷൻ ഞാൻ ഇവിടെ പറഞ്ഞടാ, ഇതുള്ളൂ നമ്മുടെ ചാപ്റ്റർ. ഓക്കെ അല്ലേടാ? അപ്പൊ ഇനി കോമ്പൗണ്ട് മിക്സ്ചേഴ്സിലേക്കൊക്കെ വരികയാണെങ്കിൽ, കോമ്പൗണ്ട് എന്താ, നമുക്ക് ഈ ഒരു വീഡിയോയിൽ അതൊക്കെ ഒന്ന് പറഞ്ഞാലോടാ. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ 2 ആളുകൾ കൂടിയാൽ അതെന്താടാ, കോമ്പൗണ്ട് ആണ്. Na+Cl എന്താടാ കിട്ടുക, NaCl. അപ്പൊ NaCl ഒരു കോമ്പൗണ്ട് ആടാ. എലമെന്റും കൂടിയാൽ എന്ത് കിട്ടും, കോമ്പൗണ്ട് കിട്ടും. മിക്സ്ചർ എന്ന് പറയുമ്പോൾ ജെല്ലീസ് ഒരു മിക്സ്ചർ ആണ്. ഇപ്പോൾ മിക്സ്ചർ ഓഫ് ഗ്യാസസ് ഇൻ എയർ, അത് നമുക്ക് പോണതിന് മുന്നേ മക്കൾക്ക് ഞാൻ കുറച്ച് എന്ത് തരാണ്, കോമ്പൗണ്ട്സ് തരാം. അപ്പോൾ കോമ്പൗണ്ട്സ് എന്ത് ചെയ്യുക, ഒന്ന് ഡിസ്കസ് ചെയ്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. ഹൈഡ്രജനും ക്ലോറിനും കൂടിയാൽ H+Cl ഗീവ്സ് എന്താണ് കിട്ടുക മക്കളെ, HCl ആണ് കിട്ടുക. അപ്പോൾ ഇതൊരു എലമെന്റ് ആണ്, ഇതൊരു എലമെന്റ് ആണ്. എലമെന്റും കൂടിയാൽ നമുക്ക് എന്ത് കിട്ടുക, കോമ്പൗണ്ട് കിട്ടും. എന്നാൽ എൻ്റെ മക്കളൊന്ന് പറഞ്ഞേടാ, C+O2 ഗീവ്സ് എന്താടാ കിട്ടുക, സിയും O2 കൂടിയാൽ നമുക്കൊരു കോമ്പൗണ്ട് കിട്ടും. അതേതാടാ കോമ്പൗണ്ട്, CO2 ആണ്. ക്ലിയർ അല്ലേ മക്കളെ? എന്നാൽ എൻ്റെ മക്കളെ ഇതിൻ്റെ ആൻസർ മക്കൾ കമന്റ് ബോക്സിൽ ഒന്ന് കൊടുക്കണം. അതായത് H2+O ഗീവ്സ് എന്താണ് കിട്ടുക എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യണം, ആൻസർ കൊടുക്കണം.
അപ്പോൾ ഇതാടാ കോമ്പൗണ്ട്സിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ. പിന്നെ എയർ ഒരു മിക്സർ ആണോ? യെസ്, എയർ മിക്സർ ആണ്. കാരണം നൈട്രജൻ ഓക്സിജൻ ഒക്കെ നമ്മുടെ എയറിലുണ്ട്. ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നൈട്രജൻ ആണ്, 78%. പിന്നെ എത്രടാ? 21% ഓക്സിജൻ ആണ്. പിന്നെ മാറ്റർ എന്താണ്? പ്യുർ സബ്സ്റ്റൻസ്, മിക്സ്ചേഴ്സ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് പോകുന്ന ടോപ്പിക്സുകളാണ്. പിന്നെ ക്വാർട്സ്, കാൽസൈറ്റ്, മൈക്ക, പൈറോക്സിൻ, ഒലിവിൻ, ടാൽക്ക്, അതായത് ഇവരൊക്കെ എന്താടാ? ഓറുകളാണ്. നമ്മുടെ എർത്ത് ക്രസ്റ്റ് മണ്ണിൽ നിന്ന് കിട്ടുന്നതാണ്. അത് അലൂമിന, അങ്ങനെ ഓരോ ആൾക്കാരൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മക്കൾക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ക്ലാസ് 8ന്റെ CBSE മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സൂപ്പർ ബാച്ച് നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകുന്നത്. അപ്പോൾ മക്കൾ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്താൽ മക്കൾക്ക് ഇതുപോലെ വള്ളിപ്പുള്ളി തെറ്റാതെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് മക്കൾക്ക് എന്ത് ചെയ്യും, പഠിപ്പിച്ച് തരും. അതിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിനു വേണ്ടി നിങ്ങൾക്ക് എങ്ങനെയൊക്കെ സെറ്റാക്കാൻ പറ്റുമോ അസ്ലം സാറൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട്. മക്കൾ പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ കൂടുതൽ പേടിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഓരോന്ന് സെറ്റാക്കി പോവാം. എന്തൊക്കെയാണ് ആ സൂപ്പർ ബാച്ചിൻ്റെ, എന്തൊക്കെയാണ് അതിൻ്റെ മെറിറ്റ്സ്? ഡൗട്ട് ക്ലിയറൻസ്, മെൻറ്റർഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ലൈവ് സെക്ഷൻസുകൾ ഉണ്ട്. പിന്നെ ഡെയിലി നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സും വീക്ക്ലി ലൈവ് സെക്ഷൻസും ഉണ്ടാവും, സൂം സെക്ഷൻസ്. നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ അതൊക്കെ എന്തിൽ ഡിസ്കസ് ചെയ്യാം, സൂമിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും. പിന്നെ PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മാക്സിമം ക്വസ്റ്റ്യൻസുകൾ ചെയ്താൽ നിങ്ങൾക്ക് അത്രത്തോളം ബെനിഫിറ്റ്സ് ആണ്. പിന്നെ എന്തല്ലേടാ, പേഴ്സണൽ ആയിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് കേരള ബെസ്റ്റ് ടീച്ചേഴ്സ് ആണ്. മാത്രമല്ല നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഹിന്ദി ബേസിക്സ് ക്ലാസ്, ഇംഗ്ലീഷ് ബേസിക് ക്ലാസ്, മാത്സ് ബേസിക് ക്ലാസ് ഒക്കെ ഈ ഒരു സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഡെഫിനറ്റ്ലി ഒക്കെ എന്താടാ, അതൊക്കെ ഫ്രീ ആണ്. ഓക്കെ, മക്കൾ സെറ്റാക്കാൻ വേണ്ടിയിട്ട് താഴെ കമൻറ്റ് ബോക്സിലുണ്ട് അതിൻ്റെ ലിങ്ക്. ജോയിൻ ചെയ്തോളൂ. ഈ ചെറിയൊരു എമൗണ്ട് അടിച്ചിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അഡ്മിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മക്കൾ ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് എന്ത് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ മക്കൾ സെറ്റാക്കുക. അപ്പോൾ നമ്മളെ സൂപ്പർ ബാച്ചിലേക്ക് പോരി, നമുക്ക് സെറ്റാക്കിയിട്ട് തന്നെ പോവാം. ഓരോ ചാപ്റ്ററും വള്ളി പുള്ളി വിടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പോവാം. അപ്പോൾ കെമിസ്ട്രിയിൽ തന്നെ മക്കൾ നോക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എലമെന്റ് എന്താ, കോമ്പൗണ്ട് എന്താ, ഇതൊക്കെ ആറ്റംസ് എന്താന്നൊക്കെ ഒന്ന് പഠിച്ചു വെച്ച് പോവാ. ഒരു ചാപ്റ്ററിന്റെ ടോട്ടൽ സമ്മറൈസേഷൻ തന്നിട്ടുണ്ട്. ഓരോ ചാപ്റ്റർ മക്കൾ പഠിക്കുമ്പോൾ ഈ ഒരു വീഡിയോയിൽ എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഏത് ചാപ്റ്റർ പഠിക്കുമ്പോഴും ആ ചാപ്റ്ററിൽ എന്താ എന്നുള്ളത് ആദ്യം പഠിച്ചു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഓരോന്ന് പഠിക്കുക. എന്നിട്ട് എക്സാം ആവുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ അത് ടിക്കിട്ട് പോകണം. അപ്പോൾ സെറ്റല്ലേടാ, അപ്പോൾ പോരി, കൂടെയുണ്ട്. എജുപോർട്ടുകളെ കൂടെയുണ്ട്. സൂപ്പർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളി. സെറ്റാക്കുക, അടിച്ചു പൊളിക്കുക. See you next video. Okay, thank you. Bye bye.